കരുതലിന്റെ കരികവചമാണ്. അമ്മ മാത്രമല്ല, കുടുംബാംഗങ്ങളൊക്കെയുണ്ട്. എല്ലാ കണ്ണുകളും ചെറുതരിയിലേക്കാണ്. പ്രസവിച്ചിട്ട് മണിക്കൂറുകൾ മാത്രം. പിച്ച വയ്ക്കുന്ന കുഞ്ഞോമനിക്കരികെ അമ്മ. അടുത്തുണ്ട് പിടിയാനകൾ പലത്. വാത്സല്യം പങ്കുവയ്ക്കാൻ ആനകൾ മത്സരിക്കുന്നത് പോലെയാണ് കാഴ്ച. ശബരിമല വനമേഖലയിൽ അട്ടത്തോട്ടിലാണ് വെള്ളിയാഴ്ച രാത്രി കാട്ടാന പ്രസവിച്ചത്. 6 പിടിയാനകൾ അരികിലുണ്ടായിരുന്നു. വേച്ചുപോകുന്ന കുഞ്ഞിനെ കാലുകൾക്കടിയിലാക്കിയാണ് നിൽപ്പ്. കുഞ്ഞോമന എവിടേക്ക് നീങ്ങിയാലും കരുതലിന്റെ തുമ്പിക്കൈകൾ അവിടേക്കെത്തും. മലഞ്ചെരുവിലായിരുന്നു ആനയുടെ പ്രസവം. തട്ടുതട്ടായ പ്രദേശത്തു നിന്നും ഉൾക്കാട്ടിലേക്ക് കുഞ്ഞിനെ നടത്തിക്കൊണ്ടുപോവുക വേഗത്തിൽ സാധ്യമാകുന്നതൊന്നല്ല. അതിനാൽ കുരുന്നുകാലുകൾ ഉറയ്ക്കും വരെ കാവലായി ആനകൾ നിരന്നു. ഈ കാട്ടാനകൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു അമ്മ മാത്രമല്ല കുട്ടിയെ സംരക്ഷിക്കുന്നത്. ആ ഒരു ഗ്യാങ്, ഞാൻ ചെന്നപ്പം തന്നെ ഒരു 7-8 ആനയോളം അതിന് ചുറ്റുമുണ്ട്. ഇത് സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഇപ്പം അത് ചെങ്കുത്തായ സ്ഥലമായിരുന്നു. ഉടനെ അതിന് താഴെ പോകാതെയും ഉരുണ്ട് താഴോട്ട് പോകാതിരിക്കുക എല്ലാം വേണ്ടി ഇതിൻ്റെ ചുറ്റും പ്രൊട്ടക്ഷൻ തീർത്താണ് ഇത് നിൽക്കുന്നത്. ടെലി ലെൻസ് വെച്ചിട്ട് 1200 mm ലെൻസ് വെച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. ഒരു 1.5 കിലോമീറ്റർ ദൂരെ നിന്ന് എടുത്ത വിഷ്വലാണിത്. ആനകൾ നിലയുറപ്പിച്ച ഈ മേഖലയ്ക്ക് താഴെ പമ്പ ഒഴുകുന്നുണ്ട്. ആന പ്രസവിക്കുന്നതിന് തലേനാൾ മുതൽ ഇവിടെ കാട്ടാനക്കൂട്ടമുണ്ടായിരുന്നു. പെരിയാർ കടുവാ സങ്കേതം പടിഞ്ഞാറ് ഡിവിഷൻ പമ്പ റേഞ്ച് പരിധിയിൽപ്പെട്ട പ്രദേശമാണിത്. 3 ആഴ്ച മുൻപ് റാന്നി കുരുമ്പൻമൂഴി വനമേഖലയിൽ ചെങ്കുത്തായ ഭാഗത്ത് പ്രസവിച്ച കാട്ടാന കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയിരുന്നു. വനം വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിച്ചു വന്ന കൊമ്പൻ കുഞ്ഞ് ഞായറാഴ്ച പുലർച്ചെ ചരിച്ചു. സികെ അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. അഭിലാലുണ്ട് തത്സമയം. അഭിലാൽ, വളരെ മനോഹരമായ കാഴ്ചയാണ്. മനുഷ്യന് മാത്രമല്ല മാതൃത്വമൊന്നും അല്ലെങ്കിൽ പേരൻറ്റിങ്ങിൻ്റെ കെയറൊക്കെ മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കുമുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു പരിധിയിൽ കൂടുതലുള്ളത് ഈ ആനകൾക്ക് തന്നെയായിരിക്കും. കുടുംബ ബന്ധങ്ങളൊക്കെ ഉള്ളതാണ് ആനകൾ എന്നാണ് പലപ്പോഴും വായിക്കുകയും നമ്മൾ ഈ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നതും കേട്ടത്. വളരെ മനോഹരമായൊരു കാഴ്ചയാണത്, അല്ലേ? ഒരു കുട്ടിയാനയെ സംരക്ഷിക്കുന്നതിന് അമ്മയെ കൂടാതെ ഒട്ടനവധി അമ്മമാർ. അത്തരം ഒരു കാഴ്ച ഇതിനു മുൻപ് നേരിട്ട് കണ്ട അനുഭവം എനിക്കില്ല. ഒപ്പം തന്നെ ദൃശ്യങ്ങളിലും ഇത്തരം മനോഹരമായതും കൗതുകം നിറയുന്നതുമായ ഒരു കാഴ്ച കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയിലുമില്ല. ശബരിമല വനമേഖലയിലെ ഈ കാഴ്ച പകർത്തിയെടുത്തത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ കൂടിയായിട്ടുള്ള ബെന്നി അജന്തയാണ്. ആന പ്രസവിച്ചു എന്നുള്ള വിവരം അറിഞ്ഞ് അദ്ദേഹം ദീർഘദൂരം സഞ്ചരിക്കുകയും പിന്നീട് മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ചിത്രീകരിച്ചതാണ് ഈ ദൃശ്യങ്ങളുടെ ഭാഗം. ഏറ്റവും മനോഹരം എന്നുള്ളത് ഈ കുട്ടിയാന ഓരോ ചുവട് വയ്ക്കുമ്പോഴും കരുതലോടെ തുമ്പിക്കൈ നീട്ടി അതിനെ സംരക്ഷിച്ച് കാൽ കീഴിൽ തന്നെ നിർത്തി അതിൻ്റെ ഓരോ ചലനങ്ങളും സസൂക്ഷ്മമായി നിരീക്ഷിച്ച് ആനകൾ ഒട്ടനവധി എണ്ണം അടുത്ത് നിൽപ്പുണ്ട് എന്നുള്ളതാണ്. 6-ൽ ഏറെ ആനകൾ ആ മേഖലയിലുണ്ട്. പക്ഷേ ദൃശ്യങ്ങളിൽ നമുക്ക് 4 ആനകളെ മാത്രമേ ഒറ്റ ഫ്രെയിമിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷേ അത് ഏറെക്കുറെ 2 ദിവസത്തോളം ആ മേഖലയിൽ ആനകൾ തമ്പടിച്ച് നിൽക്കുകയായിരുന്നു. ശത്രുപക്ഷത്തുള്ള ഏതെങ്കിലും വന്യജീവി കടന്നു വരാൻ ഇടയുണ്ടെങ്കിൽ അതിൻ്റെ പ്രവേശനം തടയുക എന്ന ഉദ്ദേശത്തോടു കൂടി ആ മേഖലയാകെ അവരുടെ നിരീക്ഷണ കവചത്തിലുമായിരുന്നു. ഈ നിലയ്ക്കൽ മേഖല പിന്നിട്ട് ശബരിമല പാതയിലേക്ക് പോകുമ്പോൾ ഏറെക്കുറെ 3 കിലോമീറ്റർ ദൂരം പിന്നിടുമ്പോഴാണ് അട്ടത്തോടെന്നുള്ള പ്രദേശം. അവിടെ ഇടതുവശം എന്നുള്ളത് പമ്പയാർ ഒഴുകുന്ന മേഖലയാണ്. അതിന് ശേഷമുള്ള ചരിവായ പ്രദേശത്താണ് വെള്ളിയാഴ്ച രാത്രി കാട്ടാന പ്രസവിച്ചത്. ശനിയാഴ്ചയാണിത് കാട്ടാനക്കൂട്ടത്തിൻ്റെ ശബ്ദവും ആ മേഖലയിലെ ആളുകളുടെ ശ്രദ്ധയിലേക്കൊക്കെ തന്നെ വന്നു ചേർന്നത്. എന്തായാലും ആന സുരക്ഷിതമായി കുട്ടിയുമായി വനമേഖലയിലേക്ക് കടന്നു പോയിട്ടുണ്ട്. അതിന് ഏറെക്കുറെ 2 ദിവസത്തെ കാത്തിരിപ്പ് അവർക്ക് വേണ്ടി വന്നു.